Hi friends, welcome to our channel. In Deepavali special item, I will jalebi. Jalebi jangri rendu koru difference undu. Jalebi ആണെങ്കിൽ ഈ മൈദ മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ജാംഗ്രി ആണെങ്കിൽ ഉഴുന്ന് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജിലേബി ട്രഡീഷണലായി ചെയ്യുമ്പോൾ അതിനെ ഫെർമെന്റ് ആകാൻ വേണ്ടിയിട്ട് ഈ മാവിനെ പുളിപ്പിക്കാൻ വെക്കണം. ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ജിലേബി. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു 15-20 മിനിറ്റ്സിൽ വീട്ടിൽ നമുക്ക് അപ്പം തന്നെ ചെയ്യാം. ഫെർമെൻറ്റേഷൻ ഒന്നും വയ്ക്കേണ്ട, ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ജിലേബി, ഇൻസ്റ്റൻറ്റ് ജിലേബിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ജിലേബി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ 5 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അത് ശരിക്കും ഒരു തിക്ക് പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒളിക്കുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കണം, ഭയങ്കര ലൂസായിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ ഈ ജിലേബി ചുട്ടെടുക്കുമ്പോൾ ഓയിൽ നല്ല ഹൈ ഹീറ്റിലായിരിക്കണം. ഈ നല്ല ചൂട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജിലേബി നല്ല പഫി ആയിട്ട് വരൂ, ഇല്ലെങ്കിൽ ഫ്ലാറ്റായി പോകും. അപ്പോൾ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. പിന്നെ തേർഡ് പോയിൻറ്റ്, ഈ ജിലേബി ചുട്ട് കഴിഞ്ഞ ഉടനെ ആ ചൂടോടെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇടണം. അങ്ങനെ ഇട്ടാൽ മാത്രമേ ഈ ഷുഗർ സിറപ്പ് നല്ലോണം ഉള്ളിൽ പിടിക്കും. പിന്നെ ഫോർത്ത് പോയിൻറ്റ്, ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ട് ഉണ്ടാക്കാനും പാടില്ല, ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആക്കാനും പാടില്ല. കാരണം തൊടുമ്പോൾ സ്റ്റിക്കി ആയിട്ടിരിക്കണം. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാക്കാൻ. പിന്നെ ഷുഗർ സിറപ്പിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര ഹോട്ടായിരിക്കാനും പാടില്ല, കൂളായിരിക്കാനും പാടില്ല. ഒരു വാം ടെമ്പറേച്ചർ വേണം ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു വാം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ വേണം ഈ ജിലേബീനെ ഇടാൻ. ഈ 5 സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളി ജിലേബി കിട്ടും. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരാം. മൈദ മാവ് നമുക്ക് ആദ്യം ഒരു 1/2 കപ്പ് എടുക്കാം. 1/2 കപ്പിൽ നമുക്കൊരു 8 to 10 ജിലേബി ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് കോൺഫ്ലവർ, അതൊരു 1 ടേബിൾ സ്പൂൺ. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, നെയ്യ് 1 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ ഒരു കുറച്ച് പിഞ്ച് ഓഫ് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒരു 1/2 കപ്പ് ഒഴിക്കണം. വെള്ളം ആദ്യം നമുക്ക് 1/2 കപ്പ് ഒഴിച്ചത് വെച്ച് അടിച്ച് നോക്കാം. നമുക്ക് അത് കൺസിസ്റ്റൻസി അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഒരു 1/4 കപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് കുറച്ചും കൂടെ ലൂസായിട്ട് വേണം. അപ്പോൾ ഇനി ഒരു 1/4 കപ്പ് കൂടെ ഞാൻ ഒളിച്ചടിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സ്മൂത്ത് തിക്ക് ബാറ്ററാണ്. ഇങ്ങനത്തെ ബാറ്ററാണ് നമുക്ക് വേണ്ടത്. കണ്ട, ഇതുപോലത്തെ ഒരു സ്മൂത്ത് നല്ല പോറിങ് കൺസിസ്റ്റൻസിയിൽ വേണം. അടുത്തത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇട്ടിട്ട് നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. പിന്നെ 2 കപ്പ് ഷുഗർ അതും കൂടെ ആഡ് ചെയ്യാം. ഷുഗർ മെൽറ്റ് ആവുന്നവരെ നമുക്ക് നല്ലോണം ചൂടാക്കാം. ഷുഗർ നല്ല ഹൈ ഫ്ലെയിമിൽ മെൽറ്റായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് വയ്ക്കണം. ഇതിൽ 4 ഏലക്ക ചതച്ചതും കൂടെ ഇടാം. വേണമെങ്കിൽ കുങ്കുമപ്പൂ കുറച്ചും കൂടെ ഇടാം, അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഇടാം, കുറച്ച് റിച്ച് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം മിക്സ് ആക്കാം. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു 1/2 ലെമണും കൂടെ നമുക്ക് ഒളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഓഫാക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് നോക്കണം. ഈ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ജിലേബി ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കണം.
ഇതിനൊരു വൈഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പാത്രമാണ് നമ്മൾ വേണ്ടത്. ഞാൻ ഇപ്പം ഈ ബാറ്റർ ഒരു സോസ് ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഈ സോസ് ബോട്ടിൽ ഇല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ്സിൽ കൂടെ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ഇവിടെ ഒരു സോസ് ബോട്ടിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബാറ്റർ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ നല്ല ചൂടിലായിരിക്കണം. ചൂടിലിടുന്നാൽ മാത്രമേ ഈ ജിലേബി പഫി ആയിട്ട് വരും, ഇല്ലെങ്കിൽ ഫ്ലാറ്റായി പോകും. ഒളിച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഹീറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ജിലേബി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. ജിലേബി കുക്കായിട്ടുണ്ടോയെന്ന് എങ്ങനെ മനസ്സിലാക്കണമെന്നറിയോ? ഇപ്പോൾ ഈ കാണുന്ന ബബിൾസ് ഇല്ലേ, ഈ ചുറ്റിലെ ബബിൾസ് ഉണ്ടല്ലോ, ഇത് നല്ലോണം കുക്കായി കഴിഞ്ഞാൽ ബബിൾസ് കുറവാകും. ഇപ്പോൾ ഇത് നല്ലോണം കുക്കായി ബബിൾസൊക്കെ കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ട് നല്ല ചൂടോട് തന്നെ ഷുഗർ സിറപ്പിൽ ഇടാം. ജിലേബി 1 മിനിറ്റ് മാത്രമേ ഈ ഷുഗർ സിറപ്പിൽ മുക്കിയിട്ട് നമുക്ക് എടുക്കണം. ആ സമയം ആ ഷുഗർ സിറപ്പ് ഒരു ചെറിയ ചൂടോടാണ് ഇരിക്കണം. ജിലേബി നല്ല ചൂടോട് നമ്മൾ ഇട്ടത് കൊണ്ട് ഈ വാം ഷുഗർ സിറപ്പ് നല്ലോണം വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജിലേബി റെഡി. ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് ഒരു 10 ജിലേബി ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ കുറച്ചും കൂടെ എക്സ്ട്രാ ജിലേബി ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ മാവ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ജിലേബി ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെരി ഈസി ഇൻസ്റ്റൻറ്റ് ജിലേബിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഡിസ്ലൈക്ക് ചെയ്യൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ, ഷെയറും കൂടെ ചെയ്യണേ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.